വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെ നേരിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെത്തും. UDF പിന്തുണയോടെ ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ ഏപ്രിൽ 1 മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തും. വിമത ശബ്ദമുയർത്തി പാർട്ടിക്ക് പുറത്തുപോയ സുധാകരനെ മുട്ടുകുത്തിക്കുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രി അമ്പലപ്പുഴയിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. പാർട്ടിയിലെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ കാലത്ത് വീഴാതെ കാക്കാൻ കൂടെ നിന്ന സുധാകരനെതിരെ മുഖ്യമന്ത്രി എന്തു പറയുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. VS പിണറായി ഗ്രൂപ്പുകൾ നേർക്കുനേരെ ഏറ്റുമുട്ടിയ 2005 CPM മലപ്പുറം സമ്മേളനത്തിൽ അവസാന നിമിഷം സുധാകരനും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായ ആലപ്പുഴയിലെ പ്രതിനിധികളും പിന്തുണച്ചതോടെയാണ് പിണറായി വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായത്. പിന്നീട് അങ്ങോട്ട് പിണറായി വിജയന്റെ വിശ്വസ്ത വൃത്തത്തിലായിരുന്നു ജി സുധാകരൻ. 2021 സീറ്റ് നിഷേധിച്ചതോടെയാണ് അകന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴും പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ പോയിട്ട് പേരിനെ പോലും വിമർശിക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല. പിണറായി മൂന്നാമത് മുഖ്യമന്ത്രിയായാൽ സന്തോഷമെന്നായിരുന്നു അന്നത്തെ പ്രതികരണം. എന്നാൽ UDF ക്യാമ്പിൽ എതിർപ്പുയർന്നതോടെ ആ പ്രതികരണം തിരുത്തിയെങ്കിലും ഇപ്പോഴും പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന സ്ഥിതിയിലേക്ക് സുധാകരൻ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള സുധാകരനോട് അമ്പലപ്പുഴ പൊതുയോഗത്തിൽ പിണറായി വിജയൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ആകാംക്ഷ. പിണറായിയുടെ ഭാഗത്തു നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ സുധാകരൻ എങ്ങനെ പ്രതികരിക്കുമെന്നതും ഉദ്വേഗമുണർത്തുന്നുണ്ട്. പിണറായിക്ക് മറുപടി പറയാൻ സുധാകരൻ തുനിഞ്ഞിറങ്ങിയാൽ തീ പാറുന്ന വാക്പോരുണ്ടാകാനാണ് സാധ്യത. സുധാകരനെ പ്രകോപിപ്പിച്ച് സാഹചര്യം കൂടുതൽ വഷളാക്കേണ്ടെന്നാണ് CPM നേതൃത്വത്തിന്റെ ഇതുവരെയുള്ള തീരുമാനം. സുധാകരന്റെ വിമർശനങ്ങൾക്ക് അത്യാവശ്യം മറുപടി പറഞ്ഞു പോകുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ചിട്ടും CPM ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പിണറായിയിൽ നിന്ന് പ്രകോപനമുണ്ടായാൽ സുധാകരൻ പാർട്ടിയെ സംബന്ധിച്ച പല കാര്യങ്ങളും വെളിപ്പെടുത്തിയേക്കുമെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സുധാകരൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുന്ന അമ്പലപ്പുഴയിൽ ജയിക്കേണ്ടത് അഭിമാന പ്രശ്നമായാണ് CPM കരുതുന്നത്. ഏത് വിധത്തിലും സുധാകരന്റെ പരാജയം ഉറപ്പാക്കണമെന്നാണ് CPMന്റെ താല്പര്യം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയം ഉറപ്പാക്കാൻ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് CPM സംസ്ഥാന നേതൃത്വം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജി സുധാകരനെ ചെറുക്കാൻ സർവ്വസന്നാഹങ്ങളും ഉപയോഗിക്കാനാണ് CPIM തീരുമാനം. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറയുകയോ തോൽവി പിണയുകയോ ചെയ്താൽ വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു. പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി വോട്ട് നേടാനുള്ള തന്ത്രം തിരിച്ചറിയണമെന്ന് MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർദ്ദേശം നൽകി. കേഡർ വോട്ടുകൾ ഒന്നുപോലും ചോരാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജി സുധാകരന്റെ മത്സരം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്നും RSS SDPI വോട്ടുകൾ സമാഹരിക്കാൻ UDF നേതാക്കൾ ചർച്ച നടത്തുന്നതായും ജില്ലാ സെക്രട്ടേറിയറ്റ് നേതാക്കൾ പറഞ്ഞെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ 8000-ലധികം വോട്ടുകൾ നേടിയ SDPI ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഈ വോട്ടുകൾ ജയം നിർണയിക്കുന്ന പ്രധാന ഘടകമാകുമെന്നാണ് വിലയിരുത്തൽ.